ഇനി ബാക്കി ആ ധ്യാന ശ്ലോകങ്ങളുടെ ബാക്കി ഇനി നമ്മൾ രാമായണത്തിനെയാണ് വന്ദിക്കുന്നത്. രാമായണത്തെ കർണാഞ്ജലി സമ്പുടൈരഹരഹ സമ്യക് പിബത്യാദരാത് വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു ജന്മവ്യാധിജരാവിപത്തിമരണൈരത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോപദം ശാശ്വതം. ഇവിടെ കർണാഞ്ജലി, കർണം എന്ന് പറഞ്ഞാൽ ചെവി, ഏതൊരുവൻ്റെ കണ്ണിന് അഞ്ജലി, സമ്പുടൈരഹരഹ കേൾക്കാൻ നല്ല സുഖമുള്ള, സമ്യക് പിബത്യാദരാത് ആദരവോടുകൂടി കുടിച്ചുകൊണ്ട്, വാൽമീകേർ വദനാരവിന്ദഗളിത വാൽമീകി ഭഗവാന്റെ, വാൽമീകി മഹർഷിയുടെ വദന അരവിന്ദഗളിതം എന്ന് പറഞ്ഞാൽ അരവിന്ദം പോലെ, താമര പോലെയുള്ള വാൽമീകിയുടെ വദനത്തിൽ നിന്ന് ഗളിക്കുന്ന, ഒഴുകുന്ന രാമായണാഖ്യം, രാമായണം എന്നു പേരുള്ള മധു, തേന്, ജന്മ വ്യാധി ജരാ വിപത്തി മരണൈഹി അത്യന്ത സാ ഉപദ്രവം. അപ്പം ജന്മവ്യാധി എന്ന് പറഞ്ഞാൽ ജനനത്തോടെ ജനിക്കുന്നവർക്കെല്ലാം മരണമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വ്യാധിയുണ്ട്, വ്യാധി അസുഖങ്ങൾ. ജര എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, വിപത്തുകൾ, മരണൈഹി മരണങ്ങൾ, അത്യന്തങ്ങളായ അതിരൂക്ഷങ്ങളായ ഉപദ്രവങ്ങൾ, സംസാരം ലോകം പ്രപഞ്ചം, സവിഹായ ഗച്ഛതി. അപ്പോൾ സംസാര ദുഃഖക്കടലിലേക്ക്, സംസാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ദുഃഖം അല്ലേ, വിഹായസിലേക്ക് ഗച്ഛതി പുമാൻ, ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കെല്ലാം പോയി സംസാര ദുഃഖം അനുഭവിക്കുന്ന ആ മനുഷ്യൻ പുമാൻ വിഷ്ണോപദം ശാശ്വതം. അപ്പം രാമായണം കേൾക്കുന്ന അവർ, കണ്ണിന് ചെവിക്ക് കേൾക്കാൻ നല്ല രസമാണ് ഈ രാമായണമാകുന്ന മധു നുകരുന്ന, അതായത് വാൽമീകി മഹർഷിയുടെ വായിൽ നിന്ന് വരുന്ന ആ രാമായണം എന്നു പേരുള്ള മധു കുടിക്കുന്ന ആള് പുമാൻ വിഷ്ണോപദം ശാശ്വതം, വിഷ്ണുപദത്തിലേക്ക് ശാശ്വതമായി എത്തിച്ചേരുന്നു. ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി വിഷ്ണുപദത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. കർണാഞ്ജലി സമ്പുടൈരഹരഹ സമ്യക് പിബത്യാദരാത് വാൽമീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ആഖ്യം എന്ന് പറഞ്ഞ പേര്. ജന്മവ്യാധിജരാവിപത്തി മരണൈരത്യന്ത സോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോപദം ശാശ്വതം. ജന്മവ്യാധി ജരാ വിപത്തി മരണൈഹി അത്യന്ത സ ഉപദ്രവം. അതാണ് ജന്മവ്യാധി ജരാ വിപത്തി മരണൈരത്യന്ത സോപദ്രവം. തതുപഗത സമാസസന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരശ്ചവധം നിശാമയത്വം. അതായത് ഈ രാമായണം തതുപഗത സമാസസന്ധിയോഗം, സന്ധി കൂടാനോ, സമമധുരോപനതാർത്ഥവാക്യബദ്ധം വാക്കുകളെ കൊണ്ട് രഘുവരചരിതം, രാമൻ്റെ ചരിതം, മുനിയാൽ പ്രണീതമായ രാമചരിതം, ദശശിരശ്ച വധം 10 വലയുള്ള രാവണൻ്റെ വധം, നിശാമയത്വം ആ യുദ്ധം എല്ലാം അല്ലേ, ദിനരാത്രി ഉണ്ടായിരുന്ന യുദ്ധം. വാൽമീകി ഗിരി സംഭൂത, വാൽമീകിയാകുന്ന പർവ്വതം, ഗിരിപർവ്വതം സംഭൂത, ആ വാൽമീകിയാകുന്ന പർവ്വതത്തിൽ നിന്ന് സംഭൂതമായതാണ്. രാമസാഗരഗാമിനി, രാമസാഗരം ആകുന്ന ഗാമിനി, അതായത് സമുദ്രം, പുനാദിഭുവന, ആ സമുദ്രത്തിൽ പുനാദി എന്ന് പറഞ്ഞാൽ ശുദ്ധമായത്, പാപമെല്ലാം മാറിയ ഭുവനം തന്നെ ലോകം,
പുണ്യമായ രാമായണ നദിയിൽ, രാമായണ മഹാനദി, ആ രാമായണമാകുന്ന മഹാനദിയിൽ കുളിച്ച് പൊങ്ങിയാൽ എല്ലാം ശുദ്ധമാകും, പാപമെല്ലാം നശിക്കും, പുനാദി പാപമൊക്കെ മാറി ശുദ്ധമാകുന്നു എന്നർത്ഥം. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം. ഇനി അതിനകത്ത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ശ്ലോകസാരജലാകീർണം, ശ്ലോകങ്ങൾ, അതിൻ്റെ സാരം അർത്ഥമുള്ള ശ്ലോകങ്ങളും. സർഗകല്ലോലസങ്കുലം, ആ നദിയിൽ സർഗങ്ങൾ ഏത് സർഗത്തിലെയാണ്, എങ്ങനെയാണ്? കല്ലോലം, അത് തിരമാലകളായിട്ട്. സങ്കുലം, അപ്പോൾ സർഗകല്ലോലസങ്കുലം. ആ രാമായണമാകുന്ന മഹാനദിയിലെ തിരമാലകളും ശ്ലോകസാര ജലം, ശ്ലോകങ്ങളാകുന്ന ജലം. കാണ്ഡഗ്രാഹ മഹാമീനം, അതിനകത്ത് കാണ്ഡം, ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, യുദ്ധകാന്ഡം എന്നൊക്കെ പറയുന്ന മഹാമീനം. വന്ദേ രാമായണാർണവം, ആ രാമായണമാകുന്ന സമുദ്ര അർണവം, സമുദ്രത്തെ ഞാൻ വന്ദിക്കുന്നു. അപ്പം വാൽമീകി മഹർഷി എഴുതിയതും പുണ്യമായതും എല്ലാം ശുദ്ധമാക്കാൻ കഴിവുള്ളതുമായ രാമായണ നദിയെ ഞാൻ വന്ദിക്കുന്നു. വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി, വേദവേദ്യേ, വേദവേദ്യനായ പരേ പുംസി, പരമപുരുഷൻ. ജാതേ ദശരഥാത്മജേ, ദശരഥപുത്രനായി ജാതനായി ജനിച്ചപ്പോൾ, ജാതേ ജനിച്ചപ്പോൾ, വേദ പ്രാചേതസാദാസീത്, വേദം പ്രാചേതസാദ് ആസീത്, അതായത് വാൽമീകിയിൽ നിന്ന് വേദം സാക്ഷാത് രാമായണാത്മന. അപ്പോൾ രാമായണാത്മാവായി, അതായത് രാമായണ രൂപത്തിൽ ഈ വേദത്തെ, വാൽമീകിയിൽ നിന്ന് വന്ന വേദം രാമായണ രൂപത്തിൽ നമ്മൾ ഗ്രഹിക്കണം എന്നാണ്. അതായത് വാൽമീകി രാമായണം ധർമ്മശാസ്ത്രമായിട്ടാണ് കരുതുന്നത്. മാതൃകാപുരുഷനായി ധർമ്മിഷ്ഠനായി രാമനെ കാണണം എന്നാണ്. അതുപോലെ തന്നെ ധർമ്മശാസ്ത്രമായിട്ട് കാണേണ്ടതാണ് ഈ ഇതിഹാസത്തെ എന്ന അർത്ഥം. അടുത്തത് ശ്രീരാമനെക്കുറിച്ചുള്ള ധ്യാനം. വൈദേഹി സഹിതം സുരദ്രുമതലേ, വൈദേഹി സഹിതം, വൈദേഹി സീതാദേവി, സീതാദേവിയോടുകൂടി സഹിതം കൂടെ, സുരദ്രുമതലേ, ഈ ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷം, സുരദ്രുമ തലേ എന്ന് പറഞ്ഞാൽ പാരിജാത വൃക്ഷച്ചുവട്ടിൽ, ഹൈമേ, ഹൈമേ സ്വർണം, സ്വർണത്തിൽ, സ്വർണനിർമ്മിതമായ മഹാമണ്ഡപേ, മഹാമണ്ഡപത്തിൽ, മധ്യേ പുഷ്പകമാസനെ, പുഷ്പകം ആസനമാക്കി, മധ്യേ പുഷ്പകമാസനെ, മണിമയേ, അത് രത്നമയമായ പുഷ്പക വിമാനത്തിൽ, വിരാസനെ, ഒരു അതായത് വിരാസനം എന്ന് പറഞ്ഞാൽ വിരാജിക്കുക, സുസ്ഥിതം, അതിൽ ഇരിക്കുന്ന, ഒരു കാൽ മുകളിലും ഒരു കാൽ താഴെയുമായിട്ട് ഇരിക്കുന്ന, സുസ്ഥിതം, ഉറച്ചിരിക്കുന്ന എന്നർത്ഥം. അഗ്രേ, അഗ്രേ എന്ന് പറഞ്ഞാലോ മുൻപിൽ, വാചയതി, വാചയതി ചോദ്യം ചെയ്യുക, പ്രപഞ്ചനസുതേ, പ്രപഞ്ചനൻ വായു, പ്രപഞ്ചനസുതൻ വായുപുത്രൻ ഹനുമാൻ. തത്വം മുനിഭ്യ പരം, തത്വത്തെ മുനിഭ്യ, മുനികൾക്ക് പരം, ശ്രേഷ്ഠം, ശ്രേഷ്ഠമായത്, പരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്. വ്യാഖ്യാന്തം, വ്യാഖ്യാനിക്കുന്ന, ഭരതാദിഭിഹി, ഭരതൻ മുതലായ, പരിവൃതൻ, ആ ഭരതൻ മുതലായവരാൽ ചുറ്റപ്പെട്ട രാമനെ, ഭജേ ശ്യാമളം, ശ്യാമളനായ ആ രാമനെ ഞാൻ ഭജിക്കുന്നു.
അപ്പം എങ്ങനെയുള്ള രാമനെ വൈദേഹി സഹിതം സീതയോട് കൂടിയ സുരദ്രുമതലെ പാരിജാത വൃക്ഷച്ചുവട്ടിൽ സ്വർണ്ണ നിറ ഹൈമേ മഹാമണ്ഡപേ സ്വർണ്ണ നിറത്തിലുള്ള മണ്ഡപത്തിൽ മധ്യേ പുഷ്പകമാസനെ പുഷ്പകം ആസനമായിട്ട് പൂവെല്ലാം നിരത്തി ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ പൂക്കൾ വിതറിയ ആസനത്തിൻ്റെ മധ്യത്തിൽ മണിമയെ രത്നമയമായ വീരാസനെ മണിമയെ വീരാസനെ സുസ്ഥിതം. വീരാസനം എന്ന് പറഞ്ഞാൽ ഒരു കാല് താഴെയും ഒരു കാല് മുകളിലുമായിട്ട് വയ്ക്കുന്ന അങ്ങനെ ഇരിക്കുന്നതിനെ വീരാസനം പറയുന്നത്. അങ്ങനെ സുസ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥിതമായി ഉറച്ചിരിക്കുന്ന അഗ്രേവാചേതി മുൻപിൽ ചോദ്യം ചെയ്യപ്പെട്ട പ്രപഞ്ചന ഹനുമാൻ സ്വാമി മുൻപിൽ ഹനുമാൻ സ്വാമി ഇരിക്കുന്നുണ്ട്. തത്വം മുനിപ്യപര അങ്ങനെയുള്ള മുനിമാരെ അല്ലെങ്കിൽ മുനികൾക്ക് തത്വത്തെ പരം ശ്രേഷ്ഠം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ആ ഭരതൻ, അതായത് ആരൊക്കെ ഉണ്ട് ആ വേദിയിൽ എന്നാണ് പറയുന്നത്. അവിടെ ഹനുമാൻ സ്വാമി ഇരിപ്പുണ്ട്. പിന്നെ ശ്രീരാമ പട്ടാഭിഷേകം കാണപ്പോൾ അറിയാം രാമൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, സീതാദേവി എവിടെയാണ്, ഹനുമാൻ എവിടെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് എല്ലാവരും ഉണ്ട്. അതാണ് തത്വത്തെ മുനികൾക്ക് പരം വ്യാഖ്യാന്തം ശ്രേഷ്ഠമായ തത്വങ്ങളെ ഈ മുനിമാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഭരതാധിപി പരിവൃതം ഭരതൻ തുടങ്ങിയവരാൽ ചുറ്റപ്പെട്ട് രാമം ഭജേ ശ്യാമളനായ രാമനെ ഞാൻ ഭജിക്കുന്നു. വൈദേഹി സഹിതം സുരദ്രുമതലേ എന്നാണ്. സുരദേവന്മാർ, ദ്രുമം വൃക്ഷം, തലം സ്ഥലം. അപ്പോൾ സുരദ്രുമതലേ എന്ന് പറഞ്ഞാൽ പാരിജാത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന എന്നർത്ഥം. ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനെ ആ പുഷ്പകാസനത്തിൽ മണിമയേ വീരാസനെ സുസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യ പരം വ്യാഖ്യാന്തം വരദാദിഭി പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുത പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ. ഇനി തീർന്നിട്ടില്ല. വാമേ എന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് ഭൂമിസുത ദേവി സീതാദേവിയുണ്ട്. പുരഹ എന്ന് പറഞ്ഞാൽ മുൻപിൽ ഹനുമാൻ. പശ്ചാത് പുറകിലാരുണ്ട്? സുമിത്രയുടെ സുതൻ ലക്ഷ്മണൻ. അപ്പം ഇടതുവശത്ത് സീതാദേവിയും ഭൂമിസുത സീതാദേവിയും, മുൻപിൽ ഹനുമാനും, പുറകിൽ സുമിത്രാസുതനായ ലക്ഷ്മണനും, ശത്രുഘ്നനും ഭരതനും. ശത്രുഘ്നനും ഭരതനും പാർശ്വദളയോഹോ പാർശ്വങ്ങളിൽ വായുവാദികോണേഷുജ വായു മുതലായ കോണുകളിൽ ശത്രുഘ്നനും ഭരതനും ഒക്കെയുണ്ട്. സുഗ്രീവനും ഉണ്ട്. വിഭീഷണനും യുവരാട് താരാസുതൻ. യുവരാടായ താരാസുതൻ ആരാണ്? അങ്കദനും. പിന്നെ ആരാ ഉള്ള? ജാമ്പവാൻ, ബ്രഹ്മപുത്രനായ ജാമ്പവാൻ. മധ്യത്തിൽ നീലസരോജ കോമളരുചി നീലത്താമരയുടെ രുചിയോടുകൂടിയ ആ രാമനെ, ശ്യാമളനായ രാമനെ ഞാൻ ഭജിക്കുന്നു. രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൽഗണേഭ്യഃ. നമഃ അസ്തു ഞാൻ നമിക്കുന്നു രാമനെയും സലക്ഷ്മണായ ലക്ഷ്മണനോട് കൂടിയ ദേവ്യൈ ച സീതയോടും കൂടിയ തസ്യൈ
അങ്ങനെയുള്ള ജനകാത്മജായി ദേവ്യൈ ച തസ്യൈ ജനകാത്മജായി. അപ്പം ജനകാത്മജ ജനകരാജാവിൻ്റെ പുത്രി, ആത്മജ പുത്രിയാണ്. ആ പുത്രിയായ നമ അസ്തു രുദ്രനെയും രുദ്ര ഇന്ദ്ര യമൻ, ഇന്ദ്രൻ യമൻ അനിലൻ തുടങ്ങിയവരും നമഃ അസ്തു ചന്ദ്ര അർക്ക മരുത് ഗണേഭ്യഃ. അപ്പം ചന്ദ്രൻ, സൂര്യൻ, മരുത് ഗണേഭ്യഃ എല്ലാവരെയും. അപ്പം ഇതിൽ അങ്ങനെ ഇരിക്കുന്ന ഇവരോടൊക്കെ കൂടിയിരിക്കുന്ന ശ്രീരാമനെ ഞാൻ നമിക്കുന്നു. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്ര സുതഃ. പശ്ചാത് സുമിത്ര +ആ വന്നപ്പോൾ അത് ഇൽസായായി മാറി. സുഗ്രീവശ്ച ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളങ്ങളിൽ വായു ആദി കോണേഷുജ വായു മുതലായവർ കോണുകളിലും. സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട്, സുഗ്രീവനും വിഭീഷണനും. യുവരാട് ആരാസുത, താരയുടെ മകനായ യുവരാട് ആരാത് അങ്കദൻ. ജാംബവാൻ ബ്രഹ്മപുത്രനായ ജാംബവാൻ. മധ്യേ നീല സരോജകോമളരുചിയും, അവരുടെയൊക്കെ മധ്യത്തിൽ ശ്യാമളനായ നീലസരോജ കോമള രുചിയുള്ള രാമനെ ഭജിക്കുന്നു. രാമം ഭജേ ശ്യാമളം. ഇനി നമോസ്തു രാമായ സലക്ഷ്മണായ, ലക്ഷ്മണനോടുകൂടിയ രാമനെ നമിക്കുന്നു. ദേവീച തസ്യൈ ജനകാത്മജായൈ, ആ ജനകപുത്രിയായ സീതയോടുകൂടിയുള്ള രാമനെ ഭജിക്കുന്നു. നമസ്തു രുദ്രഃ ഇന്ദ്രഃ യമഃ അനിലേഭ്യഃ. നമഃ അസ്തു ചന്ദ്ര അർക്ക മരുദ്ഗണേഭ്യഃ. ചന്ദ്രൻ, സൂര്യൻ, അർക്കൻ സൂര്യനാണ്. ചന്ദ്രൻ, മരുത്തുക്കളെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? 12 പേരുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മരുത്തുക്കൾ ഗണേഭ്യഃ, അവരെ മരുദ്ഗണങ്ങളെന്നാണ് പറയുക. അവരെ ഒരു കൂട്ടം എന്നാണ് പറയുക. ഒന്നിൽ കൂടുതൽ പേരുണ്ട്, അതുകൊണ്ട് മരുത്തുക്കളെ, അവരെ എല്ലാവരെയും ഞങ്ങൾ നമിക്കുന്നു, വന്ദിക്കുന്നു. നമോസ്തു നമിക്കുന്നു എന്ന് അർത്ഥം. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒന്നും കൂടി, ഇപ്പം രാമനെയല്ലേ ചൊല്ലിയേ, അതുകൊണ്ട് ലാസ്റ്റിൽ ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമൽ സ്മരണാത് ഭവേത് എന്നും കൂടി ചൊല്ലിയാൽ ഹനുമാനായി. അതായത് ബുദ്ധി, ബലം, യശസ് എല്ലാം ഉള്ള ധൈര്യം, യശസ്, ബുദ്ധി, ബലം എല്ലാമുള്ള, ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം ഭയമില്ലായ്മ, അരോഗതാം രോഗമില്ലായ്മ, ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഢ്യം വാക്പടുത്വം ച. നല്ല വാക്സാമർഥ്യമുള്ളവനാണ് ഹനുമാൻ. ശ്രീ ഹനുമൽ സ്മരണാത്, അങ്ങനെയുള്ള ഹനുമാനെയും സ്മരിക്കുന്നു. ഇനി ലാസ്റ്റ് നമ്മളുടെ ഈ കിളിപ്പാട്ടൊക്കെ എഴുതിയ ആരെയാണ്? എഴുത്തച്ഛനെ. ആ എഴുത്തച്ഛനെ സ്മരിക്കുന്ന ലാസ്റ്റിൽ സാനന്ദരൂപം സകല ബോധമുള്ള എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആനന്ദരൂപമായിരിക്കുന്ന, എല്ലാവരാലും ബോധിപ്പിക്കപ്പെടുന്നതും ആനന്ദരൂപമായിരിക്കുന്ന ആനന്ദദാനാമൃത പാരിജാതം. വള്ളത്തോളിനെ വർണ്ണിച്ചതാ. ആനന്ദദാനാമൃതം, ആനന്ദത്തെ അമൃതമാകുന്ന ആനന്ദത്തെ ദാനം ചെയ്യുന്ന പാരിജാത
പത്മേഷു മനുഷ്യനാകുന്ന ആ പത്മങ്ങളിൽ രവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാരിയ പാദം. ആ തുഞ്ചത്തെഴുത്തച്ഛനെ പാദങ്ങളെ ഞാൻ നമിക്കുന്നു. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം. ആനന്ദദാനാമൃതമായിരിക്കുന്ന പാരിജാതത്തിൽ മനുഷ്യപത്മേഷു മനുഷ്യനാകുന്ന പത്മത്തിൽ രവിസ്വരൂപം. രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെയാണ്. അപ്പോൾ സൂര്യനെ പോലെ രൂപമായിരിക്കുന്ന പ്രണൗമി ഞാൻ പ്രകർഷേണ നൗമി നമിക്കുന്നു തുഞ്ചത്തെഴും ആര്യപാദം. ആ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പാദത്തെ ഞാൻ നമിക്കുന്നു. അതും കൂടി ആകുമ്പം ധ്യാന ശ്ലോകം കഴിഞ്ഞു. ഇത് ഇത്തിരി കടികട്ടിയാണ്, കാരണം ഇത് വാൽമീകി രാമായണത്തിലുള്ളതാണ്, അതിലെ സുന്ദരകാണ്ഡത്തിൽ ഉള്ളതാണ്. പക്ഷേ ഇത് നല്ല ഒരു ധ്യാന ശ്ലോകമാണ്. ഇത്രയും ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ രാമായണം ചൊല്ലിയാൽ പിന്നെ ഒന്നും വേണ്ട, എല്ലാ ധ്യാന ശ്ലോകങ്ങളും ഇത് വന്നു അല്ലേ ഗണപതി. ഇനി മുഴുവനും ഒന്നും കൂടി വായിച്ചു തരാം. വാഗീശാദ്യാസു മനസ്സഹ സർവാർത്ഥാനാമുപക്രമേ എന്നത്വാ കൃതകൃത്യാസു തം നമാമി ഗജാനനം. ദോഭിർയുക്ത ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാന. ഹസ്തേനൈകേന പത്മം സിതമവിചശുഖം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭ ഭാസമാന സമാന. സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ഭോജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകിർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോനയാതി പരാംഗതീം. യാ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ. പ്രാചേതസമകൽമഷം ഘോഷ്പദീകൃതവാരാശീം മശകീകൃതരാക്ഷസം. മശകം കൊതുക്. രാക്ഷസം രാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്നീഞ്ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം തേന ഏവ തേനൈവ. നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമതരാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം. വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലിസംഭുടൈരഹരഃ സമ്യക് പിബത്യാദരാത്. വാൽമീകിർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തിമരണൈരത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോപദം ശാശ്വതം. തതുപഗതസമാസസന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം. രഘുവരചരിതം മുനിപ്രണീതം ദശശിരശ്ചവധം നിശാമയധ്വം. വാൽമീകിഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാദിഭുവനം പുണ്യ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദപ്രാചേതസാദാസി സാക്ഷാൽ രാമായണാത്മനാം. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം.
അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭി പരിവൃതം രാമം ഭജേ ശ്യാമളം വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോः വായുവാദികോണേഷു ച. അതൊന്നിച്ചും വായിക്കാം. പാർശ്വദളയോർ വായുവാദികോണേഷു ച എന്ന് ചേർത്തിട്ട്. സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൽഗണേഭ്യഃ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഢ്യം വാക്പടുത്വം ച ഹനുമത്സ്മരണാത് ഭവേത്. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രേഷ്ഠനായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പാദത്തെ നമിക്കുന്നു. ഹരി ഓം. ഈ ധ്യാന ശ്ലോകം എല്ലാവരും പഠിച്ച് ചൊല്ലണം.